കണ്ണൂർ കലിയാശ്ശേരി കീച്ചേരിക്കുന്നിൽ സ്വകാര്യ ബസ് മറിഞ്ഞ വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ തളിപ്പറമ്പ് ഭാഗത്ത് നിന്ന് കണ്ണൂരിലേക്ക് വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രദേശത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം സ്ക്രീനിൽ കാണുന്നത്. വാഹനം മറിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബസ് ചെരിഞ്ഞ് മറിഞ്ഞു കിടക്കുകയാണ്. ദേശീയപാതയാണ്. മഴയുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ റോഡിന്റെ അവസ്ഥ കണ്ടിട്ട്. സന്തോഷ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ബസ് മറിഞ്ഞു കിടക്കുന്നത്. വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. മഴയുണ്ടായിരുന്നു റോഡിൽ എന്നാണ് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ, വ്യക്തമാകുന്നുണ്ടോ? മനു, ഈ ബസ് അപകടം ഉണ്ടാകുന്ന സമയത്തും മഴയുണ്ടായിരുന്നു. ബസ് തളിപ്പറമ്പിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്രക്കാരുണ്ടായിരുന്നു, സിറ്റിംഗ് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ ഉള്ളവർ പറയുന്നത്. ബസ് റോഡിലേക്ക് ഈ സമയത്ത് നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു. മറിഞ്ഞ ഉടനെ തന്നെ അവിടെ എത്തിയ ആളുകൾ പോലീസിനെ വിവരം അറിയിക്കുകയും ഒപ്പം തന്നെ അവിടെ ബസ്സിൽ ഉണ്ടായിരുന്ന പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കണ്ണൂരിൽ ഉള്ള ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലേക്കും ആളുകളെ മാറ്റുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളോട് സംസാരിച്ചപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം ഈ പരിക്ക് എത്രത്തോളമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായിട്ട് അവർക്കും ഒരു വ്യക്തത വരുത്താൻ കഴിയുന്നില്ല. എന്നാൽ ഈ ബസ്സിലുണ്ടായിരുന്ന ചിലർക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട്. കൂടുതൽ ആളുകളുടെയും നിസ്സാരമായ പരിക്കുകളാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിന്റെ വലതുഭാഗത്തായ സീറ്റുകളിൽ ഇരുന്ന ആളുകൾക്കാണ് ഗുരുതരമായിട്ടുള്ള പരിക്ക് ഏറ്റിട്ടുള്ളത് എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. പക്ഷെ എത്രത്തോളം ഗുരുതരമാണ് എന്ന് നമുക്കിപ്പോൾ വ്യക്തമാകില്ല. അത് ഡോക്ടർ ഗുരുതരമായ പരിക്കേറ്റ ആളുകളെയാണോ ഇപ്പോൾ കണ്ണൂരിലേക്ക് കൊണ്ടുവരുന്നത്? ഈ സ്ഥലം കണ്ണൂർ തന്നെയാണ്. പിന്നെ അടുത്തുള്ള ടൗൺ, ഇത് കണ്ണൂർ ടൗണിനടുത്തുള്ള സ്ഥലം തന്നെയാണ്. ഏതാണ്ട് ഒരു 7 കിലോമീറ്ററാണ് കണ്ണൂർ നഗരത്തിൽ നിന്നും മാറിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് കണ്ണൂർ തന്നെയാണ് കൂടുതൽ ഹോസ്പിറ്റലുകൾ ഉള്ള സ്ഥലം. അതുകൊണ്ട് കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് തന്നെയാണ് എല്ലാവരെയും കൊണ്ടുപോയിട്ടുള്ളത്. കണ്ണൂരിലെ ജില്ലാ ആശുപത്രിയും സ്വകാര്യ ആശുപത്രികളിലേക്കുമാണ് മുഴുവൻ ആളുകളെയും കൊണ്ടുപോയിട്ടുള്ളത്. ഇത് അതായത് തളിപ്പറമ്പിൽ നിന്നും വരുമ്പോൾ കണ്ണൂർ ടൗണിൽ എത്തുന്നതിന് മുമ്പ് വളവട്ട പാലത്തിനെല്ലാം മുമ്പുള്ള കീച്ചേരി കുന്ന് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കല്യാശ്ശേരിക്കടുത്താണ്. ആ സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവരെ പരമാവധി വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. ദേശീയപാതയാണല്ലേ അപകടം നടന്ന സ്ഥലം? ദേശീയപാതയാണ്. ഇതിപ്പോൾ തളിപ്പറമ്പ് കണ്ണൂർ പ്രധാന പാതയാണ്. നിരവധി സ്വകാര്യ ബസ്സുകളും അതോടൊപ്പം തന്നെ മറ്റു വാഹനങ്ങളുമെല്ലാം സർവീസ് നടത്തുന്ന സ്ഥലം തന്നെയാണ്. ഈ ഒരു സമയത്ത് എന്താ ഈ ബസിന്റെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ദൃക്സാക്ഷികൾ. ഇനി മഴ കാരണം ഏതെങ്കിലും അമിത വേഗതയോ മറ്റോ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുന്നുണ്ടോ? അതായത് സാധാരണ ആ ഒരു രീതിയിൽ ഇതൊരു ലിമിറ്റഡ് സ്റ്റോപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൗൺ ടു ടൗൺ ബസ്സോ അല്ല, ലോക്കൽ ബസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ അമിത വേഗതയിലാണ് എന്നുള്ള ഒരു കാര്യം നാട്ടുകാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ ഈ അപകടം ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല. വലിയ ശബ്ദം കേട്ടപ്പോഴാണ് അപകടത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ പരിക്കേറ്റ ആളുകളിൽ നിന്നുൾപ്പെടെ ഇനി വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ അമിത വേഗതയിലായിരുന്നു അപകട കാരണം എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത വരികയുള്ളൂ. ബസ് റോഡിലേക്ക് ഒരു ഭാഗം പൂർണ്ണമായും മറിഞ്ഞ് തലകീഴായി മറിഞ്ഞിട്ടില്ല, പക്ഷെ ഒരു ഭാഗം ചെരിഞ്ഞ് റോഡിലേക്ക് മറിഞ്ഞു കിടക്കുകയാണ്. ബസിന്റെ നല്ല കേടുപാടുകളെല്ലാം ദൃശ്യങ്ങളിൽ കാണുമ്പോൾ നല്ല രീതിയിലുള്ള കേടുപാടുകൾ ബസ്സിന് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൽ പരിക്കേറ്റ ആളുകളെ എല്ലാം തന്നെ ആശുപത്രിയിലേക്ക് സന്തോഷ കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി. പരിക്കേറ്റവരെല്ലാം ഇപ്പോൾ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ചിലരുടെ പരുക്ക് ഗുരുതരമാണ്. അവരെ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്കും കണ്ണൂർ നഗരത്തോട് ചേർന്ന് തന്നെയാണ് അപകടം സംഭവിച്ച ഈ സ്ഥലമെന്ന് പറയുന്നത്. 7 കിലോമീറ്റർ മറ്റേ ഉള്ളൂ നഗരത്തിൽ നിന്ന് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ആശുപത്രികളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ ആളുകളുടെയും പരുക്ക് സാരമുള്ളതല്ല എന്നതാണ് പ്രധാനപ്പെട്ട ആശ്വാസം എന്ന് പറയുന്നത്. കുറച്ചാളുകളുടെ പരുക്ക് ഗുരുതരമാണ്. അവരെ വളരെ വേഗത്തിൽ ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെ അപകടം സംഭവിച്ചു എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. നാട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല, കണ്ടുനിന്നവർക്ക് മനസ്സിലായിട്ടില്ല എന്താണ് സംഭവിച്ചത് എന്ന്. അത്യാവശ്യം നല്ലൊരു മഴയുണ്ടായിരുന്നു. ആ മഴയിൽ നിയന്ത്രണം പോയതാണോ എന്നതിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. വിവരങ്ങളാണ് നമുക്ക് സന്തോഷം നൽകിയത്.